തൃശൂർ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനം മരണസംഖ്യ ഉയരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം 13ആയി. 13 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഇവർക്ക് 70% പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാൾ വെന്റിലേറ്ററിലാണ്. 40-ലധികം പേർക്ക് പരിക്കേറ്റെന്ന് പ്രാഥമിക വിവരം പുറത്തു വന്നിരുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ നില അതീവ ഗുരുതരമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 5 ഏക്കറുകളിലായി 8 വെടിപ്പുരകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 5 പുരകൾ പൂർണ്ണമായും കത്തി നശിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വീട്ടുമുറ്റത്തിറങ്ങിയ 4 വയസ്സുകാരനെ കടിച്ചു കീറി തെരുവുനായ. അമ്മയോടൊപ്പം വീടിന് പുറത്തിറങ്ങിയ 4 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു കീറി. കോഴിക്കോട് കോടഞ്ചേരിയിലെ നിരന്നപ്പാറ ഉന്നതിയിൽ താമസിക്കുന്ന അരുൺരാജിന്റെയും മണിമേഖലയുടെയും മകൻ അയാനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ മണിമേഖല കുഞ്ഞുമായി കിണറ്റിനകരയിലേക്ക് കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു. ഉടൻ തന്നെ അപ്രതീക്ഷിതമായി പാഞ്ഞത്തെ തെരുവുനായി ആക്രമിക്കുകയായിരുന്നു. മാലിന്യം വലിച്ചെറിഞ്ഞവരിൽ നിന്ന് ഈടാക്കിയ പിഴത്തുക കൊണ്ട് 23 ലക്ഷത്തിന്റെ 2 വാഹനം വാങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ. മാലിന്യം വലിച്ചെറിയൽ ഉൾപ്പെടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പിരിച്ചെടുത്ത പിഴത്തുകയിൽ നിന്ന് ഹെൽത്ത് സ്ക്വാഡിന് പുതിയ വാഹനങ്ങൾ എത്തിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ 23 ലക്ഷം രൂപ വില വരുന്ന 2 വാഹനങ്ങളാണ് ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനായി വാങ്ങിയത്. മേയർ വി രാജേഷ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഫണ്ടിലേക്ക് 2.53 കോടിയാണ് പിഴ ഇനത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സമാഹരിച്ചത്. 3 ഷിഫ്റ്റുകളിലായി നടക്കുന്ന 7 സ്ക്വാഡുകൾക്കാണ് ഈ വാഹനങ്ങൾ നൽകിയത്. പ്രീ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്കായി പോയ 5 വയസ്സുകാരൻ കാനയിൽ വീണ് മരിച്ചു. എറണാകുളത്ത് തമ്മനത്തെ പ്രീ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്കായി എത്തിയ സംഘത്തിലെ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മുഹമ്മദ് ആദം എന്ന ആൺകുട്ടിയാണ് മരണപ്പെട്ടത്. കിഴക്കമ്പലം പഴങ്ങനാട്ടെ ജംഗിൾ പാർക്കിന് സമീപമുള്ള കാനയിലാണ് അപകടം നടന്നത്. പാർക്കിലെത്തിയ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടി അനിയന്ത്രിതമായി കാനയിൽ വീണതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. കുട്ടിയെ ഉടൻ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചെങ്ങന്നൂരിലെ വയോധികന്റെ മരണത്തിൽ ദുരൂഹത. കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ തുടങ്ങി. ചെങ്ങന്നൂരിലെ വയോധികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയെ തുടർന്ന് സംസ്കരിച്ച മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് നടപടികൾ നടക്കുന്നത്. മാർച്ച് 20 അന്തരിച്ച യേശുദാസൻ എന്നയാളുടെ മൃതദേഹമാണ് പരിശോധനയ്ക്കായി എടുക്കുന്നത്. മാർച്ച് 20 യേശുദാസൻ മരിച്ചത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രവാസിയായ മരുമകൾ ലീനയുടെ പരാതി. യേശുദാസന്റെ സഹോദരൻ ഗബ്രിയൽ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിലെത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് എത്തിയത്. എന്നാൽ കോളേജിലെത്തിയ കുടുംബം വികാരാധീനരാകുകയും പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങുകയും ചെയ്യുകയായിരുന്നു. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛന്റെ പ്രതികരണം. നിതിനെ കൊന്നതാണെന്നും അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും നിതിന്റെ അച്ഛൻ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭീഷണിയും അപവാദ പ്രചരണവും. പരാതി നൽകി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭീഷണിയും അപവാദ പ്രചരണവും എന്ന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്. ഡ്യൂട്ടിയുടെ ഭാഗമായി നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യക്തിഹത്യ നടത്തുന്നുവെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ പരാതി. KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസിൽ പരാതി. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതായി സന്ദീപ് പരാതിയിൽ പറയുന്നു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഭീഷണി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ എണ്ണം കുതിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായുള്ള അപേക്ഷകരുടെ എണ്ണം കുതിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.05 ലക്ഷം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ 18.18 ലക്ഷമായി ഉയർന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങും. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ അപേക്ഷിക്കാം. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. കോഴിക്കോട് വൈദ്യുതി തൂണുകൾ കാലിലേക്ക് മറിഞ്ഞു വീണ അധ്യാപകന് ഗുരുതര പരിക്ക്. റോഡരികിൽ കൂട്ടിയിട്ട KSEBയുടെ വൈദ്യുത തൂണാണ് അധ്യാപകന്റെ കാലിലേക്ക് വീണത്. ഇന്നലെയായിരുന്നു സംഭവം. 2 കാലുകളുടെയും എല്ലുകൾക്ക് 1-ൽ കൂടുതൽ പൊട്ടലുകളുണ്ട്. കോഴിക്കോട് വെള്ളയിൽ പ്രവർത്തിക്കുന്ന റോഷി സ്പെഷ്യൽ സ്കൂൾ അധ്യാപകനും മലപ്പുറം അരീക്കോട് സ്വദേശിയുമായ KV വിശ്വനാഥനാണ് പരിക്കേറ്റത്. പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്ന പരാതി. മിണ്ടാട്ടമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
വനിതാ സംവരണ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയ്ക്കെതിരെ നൽകിയ പരാതിയിൽ തീരുമാനമെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതിയിൽ എന്തെങ്കിലും പ്രതികരണം കിട്ടിയിട്ടില്ലെന്ന് ഇടതു നേതാക്കൾ വ്യക്തമാക്കി. ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കേന്ദ്രം ബില്ല് ചർച്ചയാക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഇടതു നേതാക്കളുടെ നീക്കം.